പ്രിയമുള്ളവരെ, സർക്കാരിന്റെ ജനകേരള സദസ് യാത്രാ ബസ്സിനു നേരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ ചെരുപ്പേറിനെ ഇന്നലെ ചാനലുകളിൽ വന്നിരുന്നു SFI DYFI നേതാക്കന്മാര് പ്രതിരോധിച്ചത് അല്ലെങ്കിൽ പഞ്ഞിക്കിട്ടത് ഇനിയും എറിഞ്ഞാൽ ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ വളരെ മോശപ്പെട്ട പ്രതിഷേധത്തെ തള്ളിപ്പറയുമ്പോൾ തന്നെ എനിക്ക് എന്റെ നാട്ടുകാരൻ കൂടിയായ PM ആർഷോ അടക്കമുള്ള ഭരണപക്ഷ യുവജന പ്രസ്ഥാന നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത്, പാലക്കാടും വയനാടും ഇടുക്കിയിലും കണ്ണൂരും അടക്കമുള്ള സ്ഥലങ്ങളിലെ സാധാരണ കർഷകരെ പന്നികുത്തിയും ആന ചവിട്ടിയും കടുവയും പുലിയും പിടിച്ചും തിന്നും തീർക്കുമ്പോൾ അവിടെ പോയി പ്രതിരോധം തീർക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാനുണ്ട് കൂടെ. ഞങ്ങൾ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും നിങ്ങളുടെ കൂടെ കൂടും. കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് കമാൻഡോ സുരക്ഷയിൽ യാത്ര ചെയ്യുന്ന ആ യാത്രാ ബസ്സിന് നേരെ ഒരു റബ്ബർ ചെരുപ്പ് കൊണ്ട് ഒരു ഏറ് കിട്ടിയപ്പോൾ ഇത്രമാത്രം വേദനിച്ച മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും എന്റെ യുവജന പ്രസ്ഥാന സ്നേഹിതരോടും നേതാക്കന്മാരോടൊക്കെ എനിക്ക് ചോദിക്കുവാനുള്ളത്, വയനാട്ടിൽ ആ പാവപ്പെട്ട യുവാവിനെ കടുവ പിടിച്ച് പറിച്ച് തിന്ന് തീർക്കുമ്പോൾ നിങ്ങൾ ഒരു വേദനയും തോന്നിയില്ല നിങ്ങൾക്കൊന്നും? നിങ്ങൾ എവിടെയായിരുന്നു? നെല്ലിന്റെ സംഭരണ വില കിട്ടാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അനേക കർഷകര് ആത്മഹത്യ ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു വികാരം ഉണ്ടായില്ലേ? കഷ്ടപ്പെട്ട് പണിയെടുത്ത് മിച്ച തുക കൊണ്ടുപോയി സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച നിക്ഷേപം തിരികെ കിട്ടാതെ അനേക നിക്ഷേപകർ ആത്മഹത്യ ചെയ്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഇവിടുത്തെ യുവജനങ്ങൾ കൂട്ടത്തോടെ നാടുവിടുമ്പോഴും ഇവിടുത്തെ വ്യവസായ സംരംഭകർ നിരന്തരം ആത്മഹത്യ ചെയ്യുമ്പോഴും അതിനെതിരെ ഒരു പ്രതിരോധം തീർക്കാൻ പോലും പറ്റാത്ത ഒരു ദേശവികാരവും ദേശസ്നേഹവും നിങ്ങൾക്കുണ്ടായില്ലേ? ഒരു കാര്യം ഉറപ്പാണ്, ഭരണാധികാരികളുടെ അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും എല്ലാം വർദ്ധിക്കുന്നിടത്ത് ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയും വർദ്ധിക്കും. സ്വാഭാവികമായിട്ടും ജനം അസ്വസ്ഥരാകും. അവർ പല രീതിയിൽ പ്രതിഷേധിക്കും. അങ്ങനെ പ്രതിഷേധിക്കുന്ന പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ജനങ്ങളുടെ നികുതിപ്പണം കൊടുത്ത് ഇവിടെ തീറ്റിപ്പോറ്റുന്ന പോലീസുണ്ട്. ആ പോലീസിനാണ് ഉത്തരവാദിത്വം, അല്ലാതെ ഇവിടുത്തെ DYFIക്കാർക്കോ SFIക്കാർക്കോ അല്ല. നിങ്ങൾ പ്രതിരോധം തീർക്കേണ്ടത് അവരുടെ മുമ്പിലൊന്നുമല്ല, നിങ്ങളുടെ നേതാക്കന്മാരെ നോക്കാൻ ഇവിടെ പോലീസും പട്ടാളവും സംവിധാനവും ഉണ്ടല്ലോ. നൂറുകണക്കിന് പോലീസ്, ആയിരക്കണക്കിന് പോലീസ് ഓരോ വേദിക്ക് മുമ്പിലും റോട്ടിൽ പോലും കാവൽ നിൽക്കുന്നത്. പിന്നെന്തിന് നിങ്ങൾ ഭയപ്പെടുന്നു? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക. ഇരട്ടച്ചങ്ങന്റെ ചങ്കൂറ്റമുള്ള യുവജന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ഇവിടെയൊന്നുമല്ല, നിങ്ങൾ പോകണം ഈ കേരളത്തിന്റെ മലയോരങ്ങളിലേക്ക്, വനാതിർത്തികളിലേക്ക്, കാർഷിക ജനത താമസിക്കുന്ന ഗ്രാമങ്ങളുടെ അതിർത്തികളിലേക്ക് നിങ്ങൾ പോകണം. അവിടെ പോയി കാവൽ നിൽക്ക്. വന്യമൃഗങ്ങളിൽ നിന്ന് കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നോക്ക്. അതിനുവേണ്ടി നിങ്ങൾ ഒരു പ്രതിരോധം തീർക്ക്. ഞങ്ങൾ കൂടെ വരാം. സ്കൂൾ കുട്ടികളുടെ ഉച്ചക്കഞ്ഞിക്ക് പൈസ പോലും കൊടുക്കാതെ, സ്കോളർഷിപ്പുകൾ വിതരണം നടത്താതെ, ക്ഷേമ പെൻഷൻ നടത്താതെ, നെൽകർഷകരുടെ സംഭരണ വില നൽകാതെ, ഇവിടുത്തെ നാളികേര കർഷകരെയും പച്ചക്കറി കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും എല്ലാം പട്ടിണിക്കിട്ട് കോടികൾ മുടക്കി ഇത്തരത്തിൽ നിങ്ങൾ നടത്തുന്ന ഇലക്ഷൻ പ്രചരണമുണ്ടല്ലോ, ജനകേരള സദസ് എന്നൊക്കെ പേരിൽ, അതിനെ ജനം പ്രതിഷേധിക്കും. അതിനെതിരെ ജനം സ്വരമുയർത്തും. അതിന് നമുക്ക് വേദന തോന്നിയിട്ട് കാര്യമില്ല. ജനത്തിന്റെ വികാരമാണ്. കഴിഞ്ഞ 7 വർഷം കൊണ്ട് LDF വന്നിട്ടും ഒന്നും ശരിയായിട്ടില്ല എന്നതിന് തെളിവല്ലേ ഇപ്പോഴും തുണ്ടുപേപ്പറുകളിൽ എഴുതിയ നിവേദനങ്ങളുമായിട്ട് വെയിലത്തും മഴയത്തും മഞ്ഞും എല്ലാം കൊണ്ടുകൊണ്ട് കാവൽ നിൽക്കുന്ന പാവപ്പെട്ട കേരളത്തിലെ ജനത കാണിച്ചു തരുന്നത്. ഇതിനെതിരെ വേദന അസ്വസ്ഥം തോന്നിയിട്ട് കാര്യമില്ല പ്രിയമുള്ളവരെ. പ്രതിപക്ഷ നേതാക്കന്മാർ പോലും സഹായിക്കാനില്ലാതെ ഗതികെട്ട ജനം പ്രതിഷേധിക്കുമ്പോൾ ആ നാണക്കേടിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി നിങ്ങളുടെ കായിക കരുത്ത് നശിപ്പിക്കാതെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ പോയി കാവൽ നിൽക്ക്. വനാതിർത്തികളിൽ നമുക്കൊക്കെ തിന്നാനും കുടിക്കാനും രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട കർഷകരുടെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകാൻ നോക്ക്. അധ്വാനിക്കുന്ന ജനത്തിന് കാവൽ നിൽക്ക്. ഇനിയും ഒരു യുവാവിന്റെ, ഇനിയും ഒരു കർഷകന്റെ, ഇനിയൊരു മലയോരവാസിയുടെ ജീവൻ വന്യമൃഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വന്യമൃഗങ്ങളാൽ നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പോയി നിൽക്ക്. ആ ഒരു ചങ്കൂറ്റം കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ?